അബുദാബിയിലെ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റത്തിന് തുടക്കം കുറിച്ച സുശീല ജോർജ് എന്ന മഹത് വ്യക്തിത്വത്തിൻ്റെ ചരിത്രമാണിത്. ആ ഓർമ്മ പുസ്തകത്തിൻ്റെ താളുകൾ നമുക്കൊന്ന് മറിച്ചു നോക്കാം. മലയാള മണ്ണിൽ നിന്നൊരു സ്നേഹവിത്തൊന്നു മരുഭൂവിലേക്കു പറന്നു വന്നു. മണൽ കാറ്റിലാ വിത്തുമുള പൊട്ടിച്ചെടിയായി മനുജർക്കു തണലായി പടർന്നു നിന്നു. കിളികൾ പലതര കലപില കൂട്ടിയ കരുണതൻ ശിഖരത്തിൽ വീടൊരുക്കി. എൻ്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച വ്യക്തി എന്ന നിലയിലും അനേകായിരങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപ്രഭാവത്തിൻ്റെ തിരുനാളം കൊളുത്തിയ പ്രഗത്ഭ വ്യക്തിത്വത്തിൻ്റെ ഉടമയെന്ന നിലയിലും ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്ന പ്രതിഭയാണ് മിസ്സസ് സുശീല ജോർജ്. നൂറ്റാണ്ട് മുമ്പ് തുടക്കം കുറിച്ച മെരിലാൻഡ് സ്കൂൾ UAEയിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി ഇന്ന് നിലകൊള്ളുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു വ്യക്തി ദൈവാശ്രയവും കഠിനാധ്വാനവും ശ്രേഷ്ഠ സങ്കല്പങ്ങളും ദീർഘവീക്ഷണവും മൂലം അനേകായിരങ്ങൾക്ക് വിദ്യയുടെ പ്രകാശം പരത്തി അവർക്കൊരാശ്വാസമായി, പിന്തുണയായി, മാർഗദർശിയായി വന്ന കഥകളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഇതിന് പിന്നിൽ. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാലം. കേരളത്തിലെ പുതുപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ 1943 മാർച്ച് 23 കുഴിയടത്തറയിൽ KT വർഗീസിൻ്റെയും ചക്കാലയിൽ കുഞ്ഞമ്മയുടെയും മകളായി സുശീല പൂജാതയായി. ചുച്ചു എന്ന ഓമന പേരിൽ അവളെ എല്ലാവരും പേര് ചൊല്ലി വിളിച്ചു. ചെറുപ്രായത്തിൽ തന്നെ അച്ഛൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളാൽ പുതുപ്പള്ളിയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ജീവിതം പറിച്ചു നടപ്പെട്ടു. സ്കൂൾ വിദ്യാഭ്യാസം അവിടെ നിന്നായിരുന്നു. കോയമ്പത്തൂരിലെ ഏറ്റവും മികവുള്ള സ്കൂളുകളിൽ ഒന്നായ സെൻറ് മേരീസ് ഹൈസ്കൂളിൽ ചുച്ചുവിനെ ചേർത്തു. അധ്യാപനത്തോടുള്ള അഭിനിവേശം സുശീലയിൽ ചെറുപ്പത്തിൽ തന്നെ മുളയിട്ടതാണ്. തൻ്റെ ഗുരുബോധരാകാം അവളെ അതിലേക്ക് ആകർഷിച്ചത്. ഡിഗ്രി പഠനത്തിന് ശേഷം സുശീല ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ആ മേഖലയിലായിരുന്നു. അതിൻ്റെ ഭാഗമായി 1966 മദ്രാസിലെ പ്രശസ്തമായ സ്റ്റെല്ല മാറ്റുറ്റിന ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൽ ചേർന്ന് ഉപരിപഠനം പൂർത്തിയാക്കി. ഗാന്ധിയൻ വിദ്യാഭ്യാസ തത്വങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന സമയമായിരുന്നു അത്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ. അതിലാകർഷിക്കപ്പെട്ട് സുശീല നീലഗിരിയിലെ ബെഡഗ കമ്മ്യൂണിറ്റിയിലെ ആദിവാസി ഗ്രാമങ്ങളിൽ മുതിർന്നവർക്കും കുട്ടികൾക്കുമുള്ള വിദ്യാഭ്യാസ പരിപാടിയിൽ പങ്കാളിയായി. അക്കാലത്താണ് അബുദാബിയിൽ ഓയിൽ കമ്പനിയിൽ എഞ്ചിനീയറായ ജോർജ് ജോസഫ് പറമ്പിലുമായുള്ള വിവാഹം നടന്നത്. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സുശീല തൻ്റെ ഭർത്താവിനൊപ്പം അബുദാബിയിൽ പറന്നിറങ്ങി. അറബി ലോകവും അബുദാബിയും ഒന്നുമാകാതിരുന്ന കാലത്ത്, അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ ഇന്ന് എന്തൊക്കെയായോ അതിൻ്റെ ഒക്കെ ആരംഭം കുറിക്കുന്ന കാലത്ത് ഇവിടെ എത്തിയ സുശീലയ്ക്ക് മുന്നിലുണ്ടായിരുന്നത് അന്തമില്ലാത്ത മണലാരണ്യങ്ങൾ മാത്രമായിരുന്നു. താമസ സ്ഥലത്തിന് ചുറ്റുവട്ടത്തായി അങ്ങിങ്ങായി കുറച്ച് അയൽവാസികൾ മാത്രം. അവരിലേക്ക് ശ്രദ്ധ തിരിച്ചപ്പോൾ കണ്ടത് ഒന്നും ചെയ്യാനില്ലാതെ ജീവിതം പാഴാക്കി കളയുന്ന വിഭിന്ന ദേശക്കാരായ 4 കുട്ടികളെയാണ്. അവർക്ക് വിദ്യയുടെ ബാലപാഠങ്ങൾ പകർന്നു നൽകാൻ സുശീല ഉറച്ച തീരുമാനമെടുത്തു. ഭർത്താവ് ജോർജ് അതിന് പൂർണ്ണ പിന്തുണ നൽകി. അതായിരുന്നു ചരിത്രമാകാൻ പോകുന്ന ഒരു സൂര്യോദയത്തിൻ്റെ തുടക്കം. തുടർന്ന് 1978 ഓൾഡ് എയർപോർട്ടിന് സമീപം ഒരു വില്ല വാടകയ്ക്കെടുത്ത് മെറിലാൻഡ് നഴ്സറിക്ക് ആരംഭം കുറിച്ചു. ഈ കാലത്തിനിടയിലാണ് ഈ മഹത്തായ മണ്ണിൻ്റെ മഹാനായ ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രാലയം സ്ഥാപിച്ചത്. അതിൻ്റെ തുടർച്ചയായാണ് വായനയും എഴുത്തും ഗണിതവും ഒരുമിപ്പിക്കുന്ന ഡാൾട്ടൺ സിസ്റ്റത്തിലുള്ള പഠന രീതിയിൽ മെറിലാൻഡ് കിൻഡർഗാർട്ടൻ 1981 അബുദാബിയിൽ ഓൾഡ് എയർപോർട്ടിന് സമീപം തന്നെ ആരംഭിക്കുന്നത്. അത് പുതിയൊരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് നാന്ദി കുറിച്ചു.
ഒപ്പം വിവിധ ദേശക്കാരായ അധ്യാപകരുടെ സമർപ്പണവും മറക്കാനാവില്ല. അക്കാലത്ത് തുടർ വിദ്യാഭ്യാസത്തിനായി ദാഹിച്ചിരുന്ന ഇവിടുത്തെ സമൂഹത്തിനായി സുശീല ടീച്ചർ അബുദാബിയിലെ ബത്തീനിൽ അൽ താവൻ എന്ന പേരിൽ 1987 പുതിയൊരു സ്കൂളിന് തുടക്കം കുറിച്ചു. അത് മരുഭൂമിയിലെ മരുപ്പച്ചയായി മാറി. മെറിലാൻഡ് കിൻഡർഗാർട്ടനിൽ നിന്നും പാസ്സായ 190 കുട്ടികൾക്കും അത് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കി. ഡാൾട്ടൺ സിസ്റ്റത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിൻ്റെ മേന്മ മനസ്സിലാക്കിയ മാതാപിതാക്കൾ തങ്ങളുടെ കുട്ടികളുമായി ആ സ്കൂളിലേക്കുള്ള പ്രവാഹത്തിൻ്റെ പ്രയാണം ആരംഭിച്ചു. അബുദാബി അവിടുത്തെ മണൽത്തിട്ടകളിൽ നിന്ന് അമ്പരചുംബികളായ കെട്ടിടങ്ങളിലേക്ക് പടുത്തുയർത്തപ്പെട്ടപ്പോൾ മെറിലാൻഡും അതിനോടൊപ്പം അവിശ്വസനീയമാംവിധം വളരുകയായിരുന്നു. പുതിയ വിദ്യാർത്ഥികളുടെ നിരന്തര പ്രവാഹം മൂലം 1989 അബുദാബി നഗരത്തിൽ ഷാബിയ എന്ന സ്ഥലത്തേക്ക് മെറിലാൻഡ് കിൻഡർഗാർട്ടൻ മാറ്റി സ്ഥാപിച്ചു. ഹിസ് ഹൈനസ് ഷെയ്ഖ് സയ്യിദ് ബിൻ സയ്യിദ് അൽ നഹ്യാനാണ് ആ സംരംഭം ഉദ്ഘാടനം ചെയ്തത്. Abu Dhabi. ഒരു പുഴയ്ക്കും ലക്ഷ്യമില്ലാതെ ഒഴുകാനാവില്ല. അതിനായി നേരത്തെ തന്നെ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന ഒരു കടലുണ്ട്. ഒരുപാട് ദൂരത്തായിരിക്കും അതിൻ്റെ സ്ഥാനം. അവിടെ എത്തുവോളം അസ്വസ്ഥമാണ് അതിൻ്റെ മനസ്സ്. ഈ അവസ്ഥയിലായിരുന്നു ഷെർവുഡ് അക്കാഡമി എന്ന ആശയം ഉദിച്ചപ്പോൾ സുശീല ടീച്ചറുടെ മനസ്സും. അബുദാബിയിലെ വലിയ ജനവിഭാഗമായ ഇന്ത്യൻ ജനതയുടെ വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് CBSE സിലബസിൽ ആരംഭിക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയായിരുന്നു അത്. അതിനുവേണ്ടി പുതിയ ബിൽഡിംഗ് പണിയുന്നതിനിടയിൽ ആരംഭിച്ച ഗൾഫ് യുദ്ധം പല പ്രതിസന്ധികളും സൃഷ്ടിച്ചു. നിർമ്മാണ ജോലികൾ പാതി വഴിയിൽ നിലച്ചു. ഈ പദ്ധതിക്കായി കൂടെ നിന്നിരുന്നവർ പോലും പിന്തിരിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി കാരണം തൻ്റെ സ്വപ്ന പദ്ധതി തുടരണമോ ഉപേക്ഷിക്കണമോ എന്ന ആശങ്കയിലായിരുന്നു ടീച്ചർ. അപ്പോഴും തൻ്റെ നിസ്സഹായ അവസ്ഥയിലൊക്കെ എന്നും തനിക്ക് താങ്ങായും തണലായും കൈനീട്ടി പിടിച്ചിട്ടുള്ള ദൈവത്തിലേക്ക് തന്നെ ടീച്ചർ തിരിഞ്ഞു. തുടക്കം എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര അചഞ്ചലമായ ആത്മവിശ്വാസത്തോടെ 1991 ടീച്ചർ പൂർത്തിയാക്കി. ഷെർവുഡ് അക്കാഡമി അങ്ങനെ മൊട്ടിട്ടു. എന്നും നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങളാണ് നിന്റെ രക്ഷിതാവെങ്കിൽ ഉത്തമമായ പ്രതിഫലമുള്ളതും ഉത്തമമായ പ്രതീക്ഷ നൽകുന്നതും എന്ന മഹത് വചനം പ്രവൃത്തിയിലൂടെ സഫലമാക്കിയ ജീവിതമാണ് സുശീല ടീച്ചറുടേത്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളായിരുന്നു അടുത്ത വിഷയം. ഷെർവുഡ് അക്കാഡമിയുടെ IGCSE സെക്ഷൻ. അതിനുവേണ്ടിയുള്ള കഠിന ശ്രമത്തിനൊടുവിൽ മുഷ്റഫിൽ ഷെർവുഡ് അക്കാഡമിയുടെ ബ്രാഞ്ച് ആരംഭിച്ചു. ഓരോ ക്ലാസ്സിലും 30 കുട്ടികളെ വെച്ച് 1500 കുട്ടികൾക്ക് അവിടെ പഠിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഷെർവുഡ് അക്കാഡമി വളർന്നു. ടീച്ചറുടെ മനസ്സിൽ കാലങ്ങളായി ജ്വലിച്ചുകൊണ്ടിരുന്ന അഗ്നി മെറിലാൻഡ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന അറിവിൻ്റെ ഫലവൃക്ഷം നട്ടുപിടിപ്പിക്കുക എന്നതായിരുന്നു. 2007 ആ വിദ്യാപീഠത്തിന് ശിലാസ്ഥാപനം നടത്തി. വരണ്ടുണങ്ങിയ ഒരു ഭൂപ്രദേശത്ത് ഒരു വിദ്യാലയം നിർമ്മിക്കുക എന്നത് ടീച്ചർക്ക് വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഉറച്ച മനസ്സോടെയുള്ള ആ തേരോട്ടം 2011 യാഥാർത്ഥ്യമായി. ഹിസ് ഹൈനസ് ഷെയ്ഖ് ഷക്ബൂത്ത് ബിൻ നഹ്യാൻ മുബാറക് ആ വിസ്മയം ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സമാനതകളില്ലാത്ത ലോകോത്തര വിദ്യാഭ്യാസവും അത്യാധുനിക വിദ്യാഭ്യാസ സാങ്കേതിക വിദ്യയും സ്വായത്തമാക്കുന്നു. കുട്ടികളോടൊപ്പം പാട്ടുപാടിയും നൃത്തം ചെയ്തും നാടകം അഭിനയിച്ചും പെയിൻറ്റിങ് ചെയ്തും ചിത്രം വരച്ചും കായിക രംഗത്ത് ഒപ്പം നിന്നും അവരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിൽ മുന്തിയ പരിഗണനയാണ് ടീച്ചർ നൽകിയിരുന്നത്.
ആ വഴിത്താരയിലൂടെ കലാകായിക രംഗത്ത് ഇന്നും പ്രശോഭിക്കുന്ന നിരവധി പ്രഗത്ഭ വ്യക്തികളെയാണ് മേരിലാൻഡ് സ്കൂളിൽ നിന്നും സുശീല ടീച്ചർ ലോകത്തിന് സമ്മാനമായി നൽകിയത്. പ്രശസ്ത തെന്നിന്ത്യൻ താരം റഹ്മാൻ മെറിലാൻഡിൽ നിന്നും മൊട്ടിട്ട പൂവാണ്. മെറിലാൻഡിൽ നിന്നും പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുടെ സക്സസ് അതുതന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാനുള്ള കരുത്ത് ഇന്ന് എല്ലാ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമുണ്ട്. യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വചനങ്ങളിൽ ഒന്നാണ് കരുണ. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. ദൈവം ചില ജീവിതങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതങ്ങളിലൊന്നാണിത്. കഷ്ടത അനുഭവിക്കുന്നവരെ കാണുമ്പോൾ മുന്തിരി ഉറകൂട്ടി വീഞ്ഞാവുന്ന പോലെ മനസ്സലിവിന്റെ വീര്യം കൂടുന്നവർ. ഇത്തരം ഹൃദയത്തിന്റെ ഉടമയാണ് സുശീല ടീച്ചർ, ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മ. ദുരിതം അനുഭവിക്കുന്നവർക്കായി മേരിലാൻഡ് കെയേഴ്സ് എന്ന പേരിൽ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ടീച്ചർ നടത്താറുണ്ട്. അതിലേറ്റവും പ്രധാനം ഹൃദയ ശസ്ത്രക്രിയകൾക്കായി നൽകുന്ന സഹായമാണ്. ശ്രീമതി സുശീല ജോർജ്. സുശീല ജോർജിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, പുതുപ്പള്ളിക്കാരാണ്. ഇവിടെ നിന്ന് വിദേശത്ത് പോയി UAE-യിൽ ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ള ഒരു സ്കൂളിൻ്റെ സാരഥിയായിട്ടാണ്. ഒരു വലിയ മനസ്സ്, സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള ഒരു മനസ്സ് അവരിലുണ്ട്. അവർ ഈ കാര്യത്തിൽ എടുക്കുന്ന താല്പര്യം ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെയേറെ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തുന്ന വിവരം എനിക്കും നേരിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിയും കൂടി ഭാഗമാകുന്ന കെയർ ആൻഡ് ഷെയർ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യയിലാകമാനം ഒട്ടനവധി ഹൃദയ ശസ്ത്രക്രിയകൾ നടത്തി. ജന്മനാ വൈകല്യങ്ങളോടെ ജനിക്കുന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും മെറിലാൻഡ് കെയേഴ്സ് ഒരു കൈത്താങ്ങും പ്രതീക്ഷയും നൽകുന്നു. പിന്നെ സുശീലാമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഇവരെ ഈ പറയുന്ന പോലെ മദർ തെരേസയുടെ ഒരു രൂപമാണ് നോക്കിയുള്ളൂ. ഇന്നിപ്പോൾ വലിയ കസവ് ഉടുപ്പായൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ്. നാളെ ഓണമൊക്കെ ആയിട്ടായിരിക്കും തോന്നുന്നു. വലിയ സന്തോഷത്തിലാണ്. അതായത് നമുക്ക് ഈ ഒരാൾക്ക് സഹായം ചെയ്യാൻ ഒരു മനസ്സുണ്ടാകുന്ന വലിയ കാര്യമാണ്. അത് തന്നെ ചിന്ത എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു സ്ത്രീയാണ് അവർ. A gift for the family, a light of the home, a fragrance of love, who fills every life with joy and peace. ദൈവാശ്രയ ബോധമുള്ള മാതാപിതാക്കളുടെ മകളായി ജനിച്ച് കുടുംബാംഗങ്ങൾ ചൂച്ചു എന്ന് വിളിച്ച സുശീലയ്ക്ക് 3 സഹോദരങ്ങളാണുള്ളത്. ചേച്ചി ആനി എന്ന മിസ്സിസ് മാത്യുവും അനുജൻ മിസ്റ്റർ തോമസ് വർഗീസും അനുജത്തി സൂസൻ എന്ന മിസ്സിസ് ജോണും. സുശീല തൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉത്ഭവിച്ച നാളിൽ തന്നെ അവൾക്കായി ദൈവം തിരഞ്ഞെടുത്തു വെച്ച വരൻ ജോർജ് ജോസഫ് പറമ്പിലുമായുള്ള വിവാഹശേഷം അബുദാബിയിലെത്തി വിദ്യാഭ്യാസ രംഗത്ത് തുടക്കം കുറിക്കുകയും പിന്നീട് മാറ്റത്തിൻ്റെ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനിടയിൽ 2 പൊന്നോമനകളുടെ ജനനം. മൂത്ത മകൻ ചെറി എന്ന് വിളിക്കുന്ന ജോസഫും ഇളയ മകൾ ദീപയും. ഇന്നവർ ഡോക്ടർ ജോസഫ് പറമ്പിലും ഡോക്ടർ ദീപ എം ഗ്രാൻഡനുമാണ്. മരുമക്കൾ 2 പേരും അമേരിക്കക്കാരാണ്. ജോസഫിൻ്റെ ഭാര്യ ജാക്കി സ്മെലയും ദീപയുടെ ഭർത്താവ് ആരൺ ഗ്രാൻഡനും. ഈ ജീവിതയാത്രയ്ക്കിടയിൽ കാലങ്ങൾക്ക് ശേഷം ഭർത്താവ് ജോസഫ് പറമ്പിൽ തന്നെ വിട്ട് ഈ ലോകത്തു നിന്നും യാത്രയായെങ്കിലും ഇന്ന് 5 കൊച്ചുമക്കളുമായി സ്നേഹം പങ്കുവച്ച് തൻ്റെ പേരിനെ അന്വർത്ഥമാക്കും വിധം സുശീല എന്ന നാടിൻ്റെ ടീച്ചറമ്മ യാത്ര തുടരുന്നു.
ജീവിതത്തിലെ യഥാർത്ഥ പൊരുളിൻ്റെ അർത്ഥങ്ങളും വ്യാകുലതകളും സന്തോഷങ്ങളും കവിതകളിലൂടെ എഴുതാൻ സമയം കണ്ടെത്തി. ഒട്ടേറെ കവിതകൾ എഴുതി. ആരും ശ്രദ്ധയോടെ കേട്ടിരിക്കുന്ന കൊതിപ്പിക്കുന്ന കവിതകൾ. ടീച്ചറുടെ കുട്ടികൾക്ക് ആ കവിതകൾ ചൊല്ലുന്നത് ഒരു ഹരമാണ്. രാഷ്ട്ര പുരോഗതിക്കായും മതസൗഹാർദ്ദത്തിനായും ഒരൊറ്റ ലോകം, ഒരൊറ്റ ജനത എന്ന സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മുദ്രാവാക്യം അമ്മവചനങ്ങളായി തിരമാലകൾ പോലെ ലോക ജനതയുടെ മനസ്സിൽ ഇടം പിടിച്ചു. ഈ രാജ്യത്തിനോട് സ്നേഹം നമുക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. ഈ രാജ്യത്തിൽ ഒരിക്കലും സംഘർഷം ഉണ്ടാവില്ല. പക്ഷെങ്കിൽ ഞാനൊരു സ്ത്രീയാണ്. നിങ്ങൾ ആരായാലും വോട്ടബയ്യോ ജെൻഡബി പട്ടാളക്കുപ്പായിട്ട് ഞാൻ നിൽക്കും ഈ രാജ്യത്തിന് വേണ്ടി. എൻ്റെ ജനറേഷൻസിനെ നോക്കിയ രാജ്യം. തൻ്റെ വേറിട്ട ജീവിതപാതയിൽ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തളരാതെ ഉണർവോടെ ഒരേ ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്ത മിസ്സിസ് സുശീല ജോർജിനെ തേടിയെത്തിയത് ദേശീയവും അന്തർദേശീയവുമായ 30-ലധികം പുരസ്കാരങ്ങളാണ്. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം, നേതൃത്വം, പ്രൊഫഷണലിസം, ധാർമ്മിക മൂല്യങ്ങൾക്കുള്ള മുൻഗണന എന്നിവയിൽ അന്താരാഷ്ട്ര ഇടങ്ങളിൽ നിന്നൊട്ടേറെ അംഗീകാരങ്ങൾ ലഭിച്ചു. ടീച്ചർക്കും മേരിലാൻഡിനും ലഭിച്ച ഓരോ അവാർഡും കൂടുതൽ ഉയരങ്ങളിലേക്ക് അവർക്ക് ചുവടുവയ്ക്കാനുള്ള ചവിട്ടുപടികൾ മാത്രമായിരുന്നു. ആ യജ്ഞം പിന്നീടൊരു തപസ്യയായി മാറി. അതോടെ ടീച്ചറുടെ ശിഷ്യസമ്പത്തിൻ്റെ വലിയൊരു കൂട്ടമാണ് അബുദാബിയിൽ വിരിഞ്ഞതും പൂവിട്ടതും. KG 1 മുതൽ ഗ്രേഡ് 12 വരെയുള്ള ക്ലാസ്സുകളിൽ 55ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 4000ഓളം വിദ്യാർത്ഥികളാണ് ഇന്ന് അബുദാബിയിലെ മുസഫയിലുള്ള മേരിലാൻഡ് സ്കൂളിൽ പഠിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിൻ്റെ വലിയ വളർച്ചയ്ക്ക് പിന്നിൽ ഒരു വ്യക്തിയുടെ നിസ്വാർത്ഥമായ നേതൃത്വത്തോടൊപ്പം ഒട്ടേറെ പേരുടെ ആത്മാർത്ഥമായ സഹകരണവും അർപ്പണ മനോഭാവവും ആവശ്യമാണ്. The days are coming, the years are coming nearby when I'll have to transfer my mantle to my son Aaron Grandin. He is in the next line who should take the responsibility of the school, and he is taking a keen interest. And he is coming often and getting the training. In 2012, he will be here while the new project is really getting through. ടീച്ചറുടെ മരുമകനും ഇന്ന് മെറിലാൻഡ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ചെയർമാനുമായ മിസ്റ്റർ ആരൺ ഗ്രാൻഡനും സ്കൂളിലെ അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫുമെല്ലാം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആരംഭിച്ച മെറിലാൻഡ് സ്കൂൾ ഇന്നത്തെ നിലയിലെത്താൻ വഹിച്ച പങ്ക് വിലമതിക്കാനാവാത്തതാണെന്ന് ടീച്ചർ നന്ദിയോടെ ഓർക്കുന്നു. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത പ്രവർത്തന ശൈലിയാണ് ടീച്ചർ അമ്മയുടേത്. ഏറ്റവും പുതിയതെല്ലാം ആദ്യമായി തൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കണം എന്ന ടീച്ചറുടെ അടങ്ങാത്ത ആവേശം മനസ്സിലാക്കാൻ ഇന്ന് മെറിലാൻഡ് സ്കൂളിലൂടെ ഒരു വട്ടം ഒന്ന് ചുറ്റി സഞ്ചരിച്ചാൽ മതിയാകും. റോബോട്ടുകൾ അധ്യാപകരാകുന്ന കാഴ്ച. Sit down. Do you want me to sit? Yes. Okay, give me a second. യന്ത്രമനുഷ്യർ പാഠങ്ങൾ പഠിപ്പിക്കുന്ന അപൂർവം സ്കൂളുകളിലൊന്ന്. നേടിയെടുക്കുന്ന അറിവുകളെ ക്രോഡീകരിച്ച് ഇക്കാലത്തെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അത് പ്രായോഗിക തലത്തിൽ പകർന്നു നൽകുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടതെന്ന് ചിരിച്ചുകൊണ്ട് അമ്മ പറയുന്നു. അതായത് പുതിയ തലമുറ ഒരു 20 വർഷം മുമ്പേ പറക്കുന്ന പക്ഷികളാകണം എന്ന ചിന്ത മത്സരങ്ങളുടെ ലോകത്ത് തൻ്റെ കുട്ടികൾ ഒരിക്കലും പിന്നിലാകരുത് എന്നുറച്ച തീരുമാനത്തിൻ്റെ വേഗതയുള്ള ചുവടുവെപ്പുകൾ. ഇനിയുള്ള കാലം ചക്രവാളത്തിനപ്പുറത്തേക്ക് അമ്മ നമ്മെ നയിക്കും.
ചേർത്തു നിന്നു. ലക്ഷ്യവും മാർഗവും കാണിച്ചു പോറ്റിയ ശിഷ്യഗണങ്ങൾ നിറഞ്ഞ ലോകത്ത് അക്ഷരവെട്ടം തെളിച്ചമ്മ നേരിൻ്റെ ലക്ഷണമായി ചിരിച്ചു നിൽപ്പൂ. സുന്ദരി സുഭാഷിണി സുശീലയായമ്മ ചന്ദ്രനെ പോലെ ജ്വലിച്ചു നിൽപ്പൂ. 8 പതിറ്റാണ്ടു താണ്ടിയ യാത്രയിൽ ഒട്ടു